ചങ്ങായിമാരെ ശരിക്കും കടലിനോട് മല്ലിട നിങ്ങൾ കേട്ടീനി. അത് കണ്ടിട്ടുണ്ട് നിങ്ങൾ നേരിട്ട്? നല്ല ഇപ്പം നിങ്ങൾക്ക് കാണാം കടലിനോട് ശരിക്കും മല്ലിടുന്നത് എങ്ങനെയാണ്. നമ്മളെ കടലിൻ്റെ മക്കൾ ചുണക്കുട്ടികൾ ഈ കടലത്ത് നല്ല കടൽക്ഷോഭമുള്ള സമയമാണ് ഇപ്പം വല വീശിട്ട് മീൻ പിടിക്കാൻ നിങ്ങൾക്ക് കാണാം. അതും കൈത്തൊപ്പം വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ട് ഈ വലിയ തിരമാലകൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല വീശിട്ട് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം ചാലിയം ബീച്ചിലാണ് വല വീശുന്നത്. നമ്മളെ നാടിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ വരാം. ഇപ്പോൾ ചാലിയം ബീച്ചൊക്കെ ഡെവലപ്പാക്കിന് നല്ല അടിപൊളിയാക്കി വരുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല പച്ചപ്പും, ഒരു ഭാഗത്ത് പച്ചപ്പ്, ഒരു ഭാഗത്ത് പാർക്ക് മോഡൽ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് കടൽ, നല്ല കാണാൻ പറ്റിയ നല്ല വൈബാണ് ഇവിടെ ചാലിയത്ത് വന്നാൽ കാണാം ആൾക്കാർ. അപ്പോൾ നമുക്കിതൊന്ന് കാണാം വല വീശണത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വീശണത്. കാരണം നല്ല കടലടി, വലിയ വലിയ തിരമാലകൾ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കാലവർഷം ഉള്ളതുകൊണ്ടിട്ട് നല്ല തിരക്കല്ല, നല്ല ശക്തിയായിരിക്കും. അപ്പോൾ ഈ സമയത്താണ് വല വീശിയിട്ട് മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണാം. നല്ല ഡേഞ്ചറാണ് ഈ കളി. നമ്മൾ കളിക്കുന്നതുകൊണ്ടാണ് പ്രളയത്തിലൊക്കെ വന്നിട്ട് ഞങ്ങളൊരു പേടിയില്ലാതെ ഓരോ കളികൾ കളിക്കുന്നത്. പ്രളയത്തിലൊക്കെ വന്ന് ഞങ്ങൾ ഇത്രയും തിരമാലകൾക്കുള്ളിൽ കിടന്നിട്ട് വല വീശിയിട്ടും മറ്റുള്ള ലെവലിലൊക്കെ മീൻ പിടിക്കലുണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ പ്രളയം മാതിരിയുള്ള ഇതൊന്നും വന്നിട്ട് വലിയൊരു ഭയപ്പാടോ കാര്യമോ ഇല്ലാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് കാണാം മീൻ പിടിക്കുന്നത്. ഓക്കെ. ഈ വലിയ വലിയ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ട് വല വീശാൻ പറ്റില്ല. കടലൊന്ന് തിരമാല ശക്തി കുറഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് വീശാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവിടെ പോയിട്ട്, ഒരു ശാന്തമായൊരു സമയം വരാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒരു ശാന്തമായ സമയം ഉണ്ടാവും. അപ്പോൾ ഒരു ശാന്തമായ സമയമാണ്. ഈ സമയത്ത് ഒരു ചാൻസിന് വല വീശലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ചാൻസിന് വല വീശിപ്പോൾ. ഓക്കെ, നോക്കിക്കോ. കൈത്തപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പം ഈ ജോലി നമ്മൾ ചെയ്യണത്. ഇപ്പം വീശിട്ടോ വല. അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത് വല വീശിയുണ്ട്. ഇതിലിപ്പോൾ മീനുണ്ടോ നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യും. നിങ്ങളും പ്രാർത്ഥിക്കും മീനുണ്ടാവാൻ. മീൻ കിട്ടാൻ തന്നെയല്ലേ നമ്മളിങ്ങനെ വല വീശണത്. നമുക്ക് നോക്കാം മീനുണ്ടോന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ വല പിടിച്ചും കൊണ്ട് നിൽക്കുകയാണ് അവർ. വലൻ്റെ ഒരു കയറ് പിടിച്ചിട്ട് വലിച്ചാൽ വല ഇങ്ങനെ കൂടിയും വരും. അഫ്നാസത കടൽ കുട്ടിയും ഓടിയും വരണ കടലെത്തും. അപ്പോൾ അഫ്നാസിൻ്റെ വലയിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാണാം നമുക്ക് എന്താണുള്ളതെന്ന്. അൻസാറാണിത്. അൻസാറിൻ്റെ വലയിലും മീനുണ്ടാവാൻ അൻസാറിൻ്റെ വലയിൽ എന്തോ ഉണ്ട് കേട്ടോ. മീനുണ്ട്. അൻസാറിൻ്റെ വലയിൽ മീനുണ്ട്. അഫ്നാസിൻ്റെ വല പൊക്കിയിട്ടില്ല. വേമ്പാടാ. അഫ്നാസിൻ്റെ വലയിൽ എന്തോ ഒന്ന് ചെറുതുള്ളൂ. ഇവിടെ ഇട് അഫ്നാസ്, എൻ്റെ വലയിട്. അതാ മീനിതാ. ഇതാണ് കപ്പാര. ഈ മീനിൻ്റെ പേരാണ് കപ്പാര എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള മീനാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒള്ളിക്കാൻ പറ്റിയ മീനാണ്. ഈ മീനിന് നിങ്ങളെ പല നാട്ടിലും എന്താണ് പേരെന്നറിയില്ല. ഞങ്ങളവിടെ അതിന് കപ്പാര എന്ന് പറയും. അപ്പോൾ അഫ്നാസിൻ്റെ വലയിൽ ചെറിയ മീൻ തന്നെ ഉള്ളൂ. ഒരു ചെമ്മീനും ഉണ്ട് അഫ്നാസിൻ്റെ വല. അപ്പോൾ ഇതാണ് ചാലിയത്ത് വല വീശിയാലുള്ള. ഇത് ഇപ്പം കുറച്ച് മീനുള്ളൂ കേട്ടോ. ചില സമയത്ത് ഒരുപാട് ഇഷ്ടം പോലെ മീൻ കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടും ചില സമയത്ത്. ഇതാണ് കിട്ടിയ മീൻ. ഇതാ ചെമ്മീന്, പിന്നെ പരുത്തി. രണ്ടാൾക്ക് ഓരോ വലക്ക് കിട്ടിയ മീനാണ്.
ഇനി നമ്മൾ ജീവനോടൊക്കെ വിടാം, അത് ചെറുതല്ലേ, ഇതിനപ്പോൾ ജീവനോടൊക്കെ വിടാൻ പറ്റും. ഈ ചെറിയ മീനൊക്കെ ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇത് വലുതായ നമുക്ക് തന്നെ ഒന്ന് കിട്ടും, വേറെ അങ്ങോട്ട് പോകാൻ. ഇത് നമ്മളെ വലിക്കലിന് ഉള്ള സാധനമാണ്. വലുതായി വാ ജീവിക്ക് പോയി. പിന്നതായി നമ്മളെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് കടലിൽ കുളിക്കണ്. കേക്കുവാന്നൊക്കെ. നമ്മളെ നാട് കാണാൻ നല്ല സൗന്ദര്യമുള്ള നാടാണ്, അടിപൊളി ഇതാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാമെല്ലാം. സ്കൂളുകളിൽ നിന്നൊക്കെ, സ്പോർട്സ് സ്കൂളുകൾ ഉള്ളിടത്തു നിന്നൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളെ ഈ ബീച്ചിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പം ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഒരു ഭാഗത്ത് കടലടി കൂടുതലും ഒരു ഭാഗത്ത് കടലടി വളരെ കുറവാണ്. ഈ കാണുന്ന സ്ഥലത്ത് കടലടി കുറവാണ്. അവിടെ എല്ലാവർക്കും വന്നിട്ട് കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത്. അതേ സ്ഥാനത്ത് ഫസ്റ്റ് ഞാനിപ്പോൾ ആദ്യം കാണിച്ച സ്ഥലത്ത് ഭയങ്കര കടലടി കൂടുതലാണ്. അവിടെ കല്ലും പാറകളും ഒക്കെ ഉണ്ട്. ഇവിടെ അതേ സ്ഥാനത്ത് ശാന്തമായ കടലാണ്. സ്കൂളിൽ നിന്ന് ഒരു ബാച്ച് വന്ന കുട്ടികളാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒരുപാട് കുട്ടികളുണ്ട്, ഒരു 10-50 പേരെങ്കിലും ഉണ്ട് അവിടെ. അവർ കുളിക്കാണ്, നീന്തൽ പഠിക്കണ, നീന്തൽ പ്രാക്ടീസ് ചെയ്യണവരുണ്ട്, കുളിക്കണവരുണ്ട്, ഫുട്ബോള്, ഈ എല്ലാ ഇതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അവരെ PT ടീച്ചറും മാസ്റ്റർമാരൊക്കെയാണ് കൊണ്ടുവന്നത് കുട്ടികളെ കളിക്കാൻ. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ച ആ ഭാഗത്ത് കൂടുതലാണ്, കടലടി കൂടുതലുള്ള ഭാഗമാണ്, അവിടെ ഡേഞ്ചറാണ്. ഇവിടെ അതേ സ്ഥാനത്ത് എത്ര കടൽ കൂടുതലുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കും. സത്യം പറഞ്ഞാൽ ഈ വിദേശികളൊക്കെ വന്ന് നമ്മളിവിടെ കുളിക്കേണ്ട, വിദേശികൾ ഇപ്പോൾ ഈ ഗോവ, വർക്കല, തിരുവനന്തപുരം ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുന്നില്ല. അതേപോലെ വരേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കടലിന് ക്ലിയർ കുറവാണ്. അതായത് തെളിവില്ലാത്ത കടലാണ്, എപ്പോഴും കലക്കവെള്ളമാണ് ഇവിടെ ഉണ്ടാവല്. അതുകൊണ്ടിട്ടാണ് ഇവിടെ വിദേശികൾ വരാത്തത്. അല്ലെങ്കിൽ വിദേശികൾ ഒഴിഞ്ഞു പോകില്ല ഈ കടപ്പുറത്ത് നിന്ന്, അത്രയും ഇതാണ്. പിന്നാണെങ്കിൽ ഇവിടെ വേസ്റ്റ് നല്ല അടിഞ്ഞുകൂടലുണ്ട് ഈ ബീച്ചിൽ. ഈ പുഴയിൽ നിന്നൊക്കെ ഓരോരുത്തർ തള്ളണ മാലിന്യങ്ങളും മറ്റും കവറും വേസ്റ്റും ഇതൊക്കെ ഒരുപാട് അടിഞ്ഞു കൂടിയിട്ട് അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ മത്സ്യബന്ധനം നടത്തണ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റ് അടിയൽ. വലയിലൊക്കെ കുടുങ്ങിയിട്ട് ആകെ ഇടങ്ങാറാവുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അപേക്ഷ കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ കേക്ക് ഭാഗത്ത് പുഴയിലും മറ്റും മാലിന്യം തള്ളണവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അത് കടലിൻ്റെ മക്കളെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. കുറച്ചും കൂടി കഴിയട്ടെ. ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് ഈ കടപ്പുറം ആകെ വൃത്തികേടായി കിടക്കണ ഒരു ഭാഗമുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് നല്ല ടൂറിസ്റ്റ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ ഇടരുത്. ഇത് കണ്ടില്ല നിങ്ങൾ, എത്ര സൗന്ദര്യമുണ്ട് കാണാൻ. ഈ ബീച്ചൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നമ്മളെ മന്ത്രി റിയാസിൻ്റെ കരങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചത്. പിന്നെ അത് ഈ പച്ച പിടിച്ച് എടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആനകളും സിംഹങ്ങളും പുലികളും അങ്ങനത്തെ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല മയിലുണ്ട് കാണാൻ. നല്ല മയിൽ വിരിച്ച് നിൽക്കും രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കുരുവികൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പെരുമ്പാമ്പുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി പച്ചപ്പുള്ള സ്ഥലമാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, കടൽ ഒരു ഭാഗത്ത് പച്ചപ്പ്, ഒരു ഭാഗത്ത് പാർക്ക് ഇൻ്റർലോക്ക് വിരിച്ച്, മറ്റേ ഭാഗത്ത് കടൽ. എന്താണ് ഇതിൻ്റെ ഭംഗി. അപ്പോൾ എല്ലാവരും ഒന്ന് വരി, ചാലിയത്തേക്ക് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണ്. അടിപൊളി നല്ല സൂപ്പർ വൈബാണ് ഇവിടെ കാണാൻ. ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട് കാണാനൊക്കെ. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ, ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാണാൻ പറ്റിയ സ്ഥലമാണ്. നല്ല കടൽക്കാറ്റുമുള്ള, കടക്ക പൊരിച്ചത് അങ്ങനെ കണ്ട പല സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് ചാലിയം. അടിപൊളി മീൻ കിട്ടും. അപ്പം എല്ലാവരും വരി. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരും.